നമുക്ക് അടുത്തത് സ്വിച്ച് കണ്ടീഷണൽ കൺസ്ട്രക്ട് എന്താണെന്ന് പഠിക്കാം. സ്വിച്ച് കണ്ടീഷണൽ കൺസ്ട്രക്ട് പറഞ്ഞാൽ സ്വിച്ച് is also a single iterative condition construct which will execute the statement only once which is matching with the case label. അതായത് if and family പോലെ ഒറ്റ തവണ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യൂ, ഓൺലി വൺസ്. അതായത് ഈ സ്വിച്ചിന്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ആ എക്സ്പ്രഷൻ ഏത് കേസ് ലേബൽ ആയിട്ടാണോ മാച്ച് ഉള്ളത്, ഇതിന്റെ സിൻഡെക്സ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്വിച്ചിന്റെ സിൻഡെക്സ്. സ്വിച്ചിന്റെ അകത്തുള്ള ഈ എക്സ്പ്രഷന് ഏത് കേസ് ലേബൽ ആയിട്ടാണോ മാച്ച് ഉള്ളത് അതിലേക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്യും. ആ കേസ് ലേബലിന്റെ താഴെയുള്ള കോഡ്സ് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ പ്രിന്റ് ചെയ്യും. അതിനുശേഷം ബ്രേക്ക് ഉണ്ടാവും. ഈ ബ്രേക്ക് എന്നുള്ളത് ഓരോ കേസ് ലേബലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത കേസ് ലേബല്, പിന്നെ ഡീഫൾട്ട് പറഞ്ഞാൽ ഈ ഒറ്റ കേസ് ലേബലായിട്ട് മാച്ച് ഇല്ലെങ്കിൽ നമുക്ക് ഡീഫൾട്ട് ആയിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യും. ഇതാണ് സ്വിച്ചിന്റെ സിൻഡെക്സ്. ഇനി ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഈ കേസ് ലേബൽസ് എന്ന് പറഞ്ഞാൽ ഹാസ് ടു ബി ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഓർ ഈനം, അതായത് 1, 2, 5, 8 അങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും നമ്മുടെ കേസ് ലേബൽ ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ക്യാരക്ടർ വാല്യൂസും പറ്റൂട്ടോ, അതായത് സ്മോൾ ലെറ്റർ എ ക്യാരക്ടർ വാല്യൂസും പറ്റും. അങ്ങനത്തെ വാല്യൂസ്, അതായത് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈനം അങ്ങനത്തെ വാല്യൂസ് പറ്റുക. റിയൽ കോൺസ്റ്റന്റ്സ് ആർ നോട്ട് അലൗഡ്. റിയൽ കോൺസ്റ്റന്റ് പറഞ്ഞാൽ ഫ്ലോട്ട് വാല്യൂ, ഡബിൾ വാല്യൂ അതൊന്നും ഈ കേസ് ലേബലിൽ പറ്റില്ല. അതായത് ഇപ്പോ കേസ് 2.7, 2.4 അങ്ങനത്തെ വാല്യൂസ് ഒന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ വന്നാൽ എറർ കിട്ടും. പിന്നെ കേസ് ലേബൽ ഷുഡ് ബി യൂണിക് ആയിരിക്കണം. അതായത് ഇപ്പോൾ കേസ് ലേബൽ 1 എന്നാണ് പേര് വിചാരിക്കുക. കേസ് ലേബൽ 1 എന്നാണെങ്കിൽ ഇവിടെ വീണ്ടും കേസ് ലേബൽ 1 എന്ന് പറഞ്ഞാൽ എറർ ആണ് കിട്ടുക. ഇവിടെ കേസ് ലേബൽ 2 ആയിരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ കേസ് 2 ലേബലിന്റെ നെയിം കേസ് 1 എന്നായിരിക്കുക. കേസ് 1 ആണെങ്കിൽ ഇവിടെ കേസ് 2 എന്നായിരിക്കണം. അതായത് വീണ്ടും കേസ് 1 എന്ന് വന്നാൽ അത് എറർ കിട്ടും. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി എന്താ, മൾട്ടിപ്പിൾ വാല്യൂസ് ആർ നോട്ട് അലൗഡ് ഇൻ കേസ് ലേബൽ. അതായത് നമുക്ക് കേസ് 1, 2, 3 അങ്ങനെ വന്നാലും എറർ കിട്ടും. അതും ഒരു എററാണ്. അപ്പൊ അത് നമുക്ക് പറ്റില്ല. പിന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ബ്രേക്ക് ദി സ്വിച്ച് കേസസ്. ഓരോ സ്വിച്ച് കേസും തമ്മിലുള്ള ഓരോ കേസ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സെപ്പറേറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഫോൾ ത്രൂ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. ഫോൾ ത്രൂ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ പറഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്വിച്ചിന്റെ അകത്ത് എക്സ്പ്രഷൻ കൊടുത്തു, അതിനുശേഷം കേസ് 10, കേസ് 20 ഡീഫോൾട്ട്. സ്വിച്ചിന്റെ അകത്തെ എക്സ്പ്രഷൻ 10 മാച്ച് ആണെങ്കിൽ പ്രിന്റ് എഫ് 10 ഈ സെലക്ട് ചെയ്ത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം അതിന് താഴെ എന്തൊക്കെയാണോ അതൊക്കെ പ്രിന്റ് ചെയ്യും. ഇവിടെ ബ്രേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് ഇൻ ദി അബോവ് എക്സാമ്പിൾ ഇഫ് ദി എക്സ്പ്രഷൻ ഈസ് ഹാവിംഗ് 10 then all the 3 printf is executed. അതായത് ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാത്തതുകൊണ്ട് അല്ലാതും പ്രിന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ബ്രേക്ക് കൊടുക്കുക. ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കേസ് എക്സ്പ്രഷൻ 10 ആയിട്ട് മാച്ച് ചെയ്തായിരിക്കുക. എക്സ്പ്രഷൻ 10 ആയിട്ട് മാച്ച് ആണെങ്കിൽ ഈ കേസ് 10 താഴെയുള്ള ഈ ഒരു ലൈൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യൂ. കാരണം ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് താഴെയുള്ളതൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഒരു കേസ് 10, കേസ് 11, കേസ് 12, കേസ് 30 അങ്ങനെ കേസ് 30 വരെ നമുക്ക് സെയിം ആണെങ്കിൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് 10 to കേസ് 30 അങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യക്ക് കേസ് കൊടുക്കുക. പിന്നെ എവിടെ തൊട്ട് എവിടെ വരെയാണോ വേണ്ടത് അതിൻ്റെ ഇടയിൽ സ്പേസ് കൊടുക്കുക, ഒരു 3 ഡോട്ട് കൊടുക്കുക. അപ്പൊ എനിക്ക് കേസ് 20 തൊട്ട് കേസ് 50 വരെ ഈക്വൽ ആയിരിക്കുക 20 തൊട്ടിട്ട്. അപ്പൊ കേസ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഒരു ഗ്യാപ്പ് സ്പേസ് കൊടുക്കുക 20, പിന്നെ സ്പേസ് 3 ഡോട്ട്, പിന്നെ 50 വരെ. സ്പേസ് കൊടുക്കാണ്ട് ചെയ്ത എറർ കിട്ടും. ഈ 20 കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാപ്പ് കൊടുത്തില്ലായിരിക്കുക. അതായത് ഇവിടെ ഞാൻ ഗ്യാപ്പ് കൊടുക്കാണ്ട് ചെയ്ത് വിചാരിക്കുക. അപ്പൊ നമുക്ക് എറർ കിട്ടും. കറക്റ്റ് ഒരു 20 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, സ്പേസ്, പിന്നെ ഒരു സ്പേസ്, പിന്നെ 50 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതൊക്കെ പ്രോഗ്രാമിൽ അങ്ങനെ ചെയ്യാൻ നോക്കി നോക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം സ്വിച്ചിന്റെ പ്രോഗ്രാം എടുത്തു. ഇവിടെ എന്താണ് ഇൻഡ് മെയിൻ ഇൻഡ് ഓപ്ഷൻ പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇവിടെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യിക്കാണ് എൻ്റർ ദി വാല്യൂ. ഒരു വാല്യൂ നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ആ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻഎഫ് കൊണ്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യാൻ വിചാരിക്കുക, ഒരു ഇൻഡിജർ വാല്യൂ. ഞാനിപ്പോൾ ഇവിടെ 45 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്തു. അപ്പോൾ 45 എന്നുള്ള വാല്യൂ നമ്മുടെ ഓപ്ഷനിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഓപ്ഷനിൽ ഏത് വാല്യൂ ആണുള്ളത് 45. ഈ 45 എന്നുള്ള വാല്യൂ നമ്മുടെ ഓപ്ഷനിലാണ് ഉള്ളത്. അപ്പോൾ സ്വിച്ചിന്റെ അകത്ത് എന്താ ചെക്ക് ചെയ്യുക, സ്വിച്ചിന്റെ അകത്ത് സ്വിച്ച് ഓഫ് 45 എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ സ്വിച്ച് ഓഫ് 45 എന്ന് ചെക്ക് ചെയ്താൽ 45 ആയിട്ട് വല്ല മാച്ച് ഉണ്ടാകും കേസ് ലേബില്. അതായത് കേസ് 10, കേസ് 20 ഈ സ്വിച്ചിന്റെ അകത്തുള്ള ഈ 45 ഏത് കേസ് ലേബിലായിട്ടാണോ മാച്ച് അതിലേക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്യും. എന്നിട്ട് അതിന്റെ അകത്തുള്ള കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ സ്വിച്ച് ഓഫ് 45 ആയിട്ടുള്ള ലേബിൾ ഇല്ല, കേസ് 10 ഇല്ല, കേസ് 20 ഇല്ല. അപ്പൊ ഒറ്റ ലേബിലായിട്ട് മാച്ച് ഇല്ലെങ്കിൽ ഏറ്റവും അവസാനം ഡീഫോൾട്ട് ആയിട്ട് നമുക്കൊരു കൊടുക്കാൻ പറ്റും. ഇതാണ് സ്വിച്ചിന്റെ സിൻഡെക്സ്. ഒറ്റ കേസുമായിട്ട് നമുക്ക് മാച്ച് ഇല്ലെങ്കിൽ ഡീഫോൾട്ട് കൊടുക്കാൻ പറ്റും. ഈ ഡീഫോൾട്ട് ലാസ്റ്റ് കൊടുക്കണമെന്നില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. അതിന്റെ ടോപ്പിലും കൊടുത്താലും കുഴപ്പമില്ല.
അപ്പൊ ഡീഫോൾട്ടിത്തെ കോഡ് ആയിരിക്കും ഇതിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഡീഫോൾട്ട് പറഞ്ഞാൽ പ്രിന്റ് ഓഫ് ട്രൈ അഗൈൻ എന്നായിരിക്കും. ഈ ജസ്റ്റ് കോഡ് സേവ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്യണം GCC program.c. അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്തപ്പോൾ എന്തൊക്കെ എൻ്റർ ദി വാല്യൂ, ഞാൻ വാല്യൂ 45 ടൈപ്പ് ചെയ്തു. 45 ടൈപ്പ് ചെയ്തപ്പോൾ ട്രൈ അഗൈൻ കിട്ടി. ഇനി ഇതേ കോഡ് ഞാൻ കറക്റ്റ് 10 ടൈപ്പ് ചെയ്തിരിക്കുക. ഞാൻ ജസ്റ്റ് റൺ ചെയ്തു, അതിനുശേഷം 10 ടൈപ്പ് ചെയ്ത് എന്താ കിട്ടിയ യു എൻ്റേർഡ് 10 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ 10 ടൈപ്പ് ചെയ്തപ്പോൾ എൻ്റർ ദി വാല്യൂ, അവിടെ ഞാൻ എന്താ ടൈപ്പ് ചെയ്തത് 10 ടൈപ്പ് ചെയ്തപ്പോൾ ആ വാല്യൂ ഓപ്ഷൻ വേരിയബിളിൽ സ്റ്റോർ ചെയ്തു 10. ഈ സ്വിച്ചിന്റെ അകത്ത് എന്താ 10 ആണ് ചെക്ക് ചെയ്യുന്നത്, ഓപ്ഷൻ വേരിയബിൾ 10 ആണ്. അപ്പൊ സ്വിച്ച് ഓഫ് 10 എന്ന് വരും. സ്വിച്ച് ഓഫ് 10 എന്ന് പറഞ്ഞാൽ കേസ് ലാബില് കേസ് 10 ആയിട്ടാണ് മാച്ച്. കേസ് 10 ആയിട്ട് മാച്ച് ആണെങ്കിൽ അതിന്റെ അകത്തുള്ള പ്രിന്റ് ഓഫ് യു എൻ്റേർഡ് 10 പ്രിന്റ് ചെയ്തു. ഇതിന് താഴെ നമ്മൾ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് ഇരിക്കുക. ഞാൻ ഈ ലൈൻ ജസ്റ്റ് കമന്റ് ആക്കി കൊടുക്കുകയാണ്. കമന്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഈ പ്രോഗ്രാം സേവ് ചെയ്യാണ്. എന്നിട്ട് ഇതേ പ്രോഗ്രാം കമ്പൈൽ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. ഞാൻ നേരത്തെ പോലെ 10 തന്നെ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് 10 മാത്രമേ എന്താ യു എൻ്റേർഡ് 10 മാത്രമല്ല കിട്ടുക, യു എൻ്റേർഡ് 10. അതിനുശേഷം അടുത്ത ലൈനിൽ യു എൻ്റേർഡ് 20 അതും കിട്ടും. കാരണം ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഫോൾ ത്രൂ കൊണ്ടുള്ള കണ്ടീഷൻ വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫോൾ ത്രൂ കണ്ടീഷൻ, ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഫോൾ ത്രൂ കണ്ടീഷൻ വരും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം. ഇപ്പോൾ കൊടുത്തിട്ടുള്ള പ്രോഗ്രാമിൽ ഞാൻ ബ്രേക്ക് കമന്റ് ചെയ്തു, അതിനുശേഷം സേവ് ചെയ്തു. ഇനി റൺ ചെയ്തിട്ട് എൻ്റർ ദി വാല്യൂ 10 അടിച്ചു. ഇനി ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചപ്പോൾ എന്താ കിട്ടി യു എൻ്റേർഡ് 10, യു എൻ്റേർഡ് 20. ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. കണ്ടോ, എൻ്റർ ദി വാല്യൂ 10 കൊടുത്തു, യു എൻ്റേർഡ് 10, യു എൻ്റേർഡ് 20 എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ ബ്രേക്കും ഞാൻ കമന്റ് ആക്കി കൊടുത്തിരിക്കുക. ഇവിടുത്തെ ബ്രേക്കും കമന്റ് ആക്കിയിട്ട് ആ പ്രോഗ്രാം സേവ് ചെയ്തു. അപ്പൊ നമുക്ക് 10 ആണ് കൊടുക്കുന്നതായിരിക്കും. സ്വിച്ചിന്റെ അകത്ത് 10 ആണ് കൊടുക്കുന്നതായിരിക്കും. അതിന് മുന്നേ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്തു. ഇനി 10 ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെ എന്താ പ്രിന്റ് ചെയ്തത് യു എൻ്റേർഡ് 10 എന്താണ് യു എൻ്റേർഡ് 10, യു എൻ്റേർഡ് 20 ട്രൈ അഗൈൻ. കാരണം എന്താ ഈ 10ന്റെ അകത്തെ പ്രിന്റ് എഫ് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം ഫോൾ ത്രൂ കണ്ടീഷൻ ആണ് വന്നത്. അടുത്ത കേസ് ലേബിളുള്ള അതിൽ എക്സിക്യൂട്ട് ചെയ്തു. അവിടുത്തെ ബ്രേക്കും ഇല്ല, ആ ബ്രേക്കും നമ്മൾ കമന്റ് ആക്കി കൊടുത്തു. അപ്പൊ അതിന് താഴെയുള്ള ട്രൈ അഗൈൻ അതും പ്രിന്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇതേ പ്രോഗ്രാമിൽ തന്നെ ഞാൻ ജസ്റ്റ് റൺ ചെയ്തു. അതിനുശേഷം 20 ആണ് കൊടുക്കുന്നത്. 20 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടിയത് യു എൻ്റേർഡ് 20 ട്രൈ അഗൈൻ. അവിടെ എന്താ സംഭവിച്ചത്, ഞാൻ ഇവിടെ 20 എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. 20 എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തു. എവിടെ ഓപ്ഷൻ എന്ന വേരിയബിൾ 20 എന്ന് സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഓപ്ഷൻ ഇവിടെ സ്വിച്ച് ഓഫ് ഓപ്ഷൻ ആണ് ചെക്ക് ചെയ്യുന്നത്. സ്വിച്ച് ഓഫ് 20 എന്ന് ചെക്ക് ചെയ്യും. സ്വിച്ച് ഓഫ് 20 ചെക്ക് ചെയ്യുമ്പോൾ കേസ് 10 ആയിട്ട് മാച്ച് ഉണ്ടാവില്ല, കേസ് 20 ആയിട്ട് മാച്ച് ഉണ്ട്. അപ്പൊ കേസ് 20 ഉള്ളത് യു എൻ്റേർഡ് 20, യു എൻ്റേർഡ് 20. പിന്നെ ബ്രേക്ക് എന്നുള്ളത് നമ്മൾ കമന്റ് ആക്കി ഇട്ട് കൊടുത്തു. അപ്പൊ അവിടെ ബ്രേക്ക് ഇല്ല. അപ്പൊ ഫോൾ ത്രൂ കൊണ്ടുള്ള കണ്ടീഷൻ വന്നു. അപ്പൊ ഡീഫോൾട്ടിന് താഴെ ഈ ഒരു പ്രിന്റ് എഫും പ്രിന്റ് ചെയ്തു യു എൻ്റേർഡ് 20 ട്രൈ അഗൈൻ. ഞാൻ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ ജസ്റ്റ് മാറ്റി വിചാരിക്കുക. ഇനി ഇതേ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്തു, അതിനുശേഷം കമ്പൈൽ ചെയ്തു, ജസ്റ്റ് റൺ ചെയ്തു. ഞാൻ വീണ്ടും 20 കൊടുത്ത് വിചാരിക്കുക. 20 കൊടുത്ത് എന്താ വരുന്നത് 20യുടെ മാത്രം സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. കാരണം 20 സ്വിച്ച് ഓഫ് 20 ഡയറക്റ്റ് ജമ്പ് ചെയ്തു. കേസിന്റെ അകത്തുള്ള കേസ് ഓഫ് 20 ആയിട്ട് മാച്ച് ഉണ്ട്. അതിനുശേഷം യു എൻ്റേർഡ് 20 ആ ഒരു കോഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നു. കാരണം ഇവിടെ ബ്രേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഡീഫോൾട്ട് ഞാൻ വേണമെങ്കിൽ മാപ്പിട്ട് കൊടുക്കാം, അപ്പോഴും കുഴപ്പമുണ്ടാവില്ല. അത് ഏറ്റവും ബോട്ടത്തിൽ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഡീഫോൾട്ട് കൊടുക്കാം. അപ്പൊ ഡീഫോൾട്ട് എന്നുള്ള വാല്യൂ കൊടുത്തു. അതിനുശേഷം ഇപ്പൊ ഇവിടെ മാച്ച് ഇല്ലാത്തൊരു വാല്യൂ 10ഉം 20 അല്ലാത്തൊരു വാല്യൂ കൊടുക്കണം. അപ്പൊ ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് ഞാൻ റൺ ചെയ്തു. 10ഉം 20 അല്ലാത്തൊരു വാല്യൂ കൊടുത്തു, 25 കൊടുത്തു വിചാരിക്കും. അപ്പൊ എന്താ കിട്ടിയേ ട്രൈ അഗൈൻ യു എൻ്റേർഡ് 10, യു എൻ്റേർഡ് 20. അങ്ങനെ കിട്ടാൻ കാരണം എന്താ, നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ പ്രിന്റ് ഓഫ് ട്രൈ അഗൈൻ കിട്ടി, അതിനുശേഷം യു എൻ്റേർഡ് 10 എന്ന് കിട്ടി. കാരണം നമ്മൾ കൊടുത്ത വാല്യൂ 25 അല്ലേ. അപ്പൊ നമ്മൾ എന്താ പ്രോഗ്രാം നടക്കുന്ന പറഞ്ഞാൽ 25 എന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്യും. എൻ്റർ ദി വാല്യൂന്റെ അവിടെ 25 ടൈപ്പ് ചെയ്തു. അപ്പൊ ഓപ്ഷനിൽ 25 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. സ്വിച്ചിന്റെ അകത്ത് സ്വിച്ച് ഓഫ് 25 എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ സ്വിച്ച് ഓഫ് 25 എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യില്ല. ഈഫ് എൽസ് ഈഫ് അങ്ങനെയല്ല. സ്വിച്ച് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 25 ആയിട്ടുള്ള കേസ് ലേബൽ ആയിട്ട് മാച്ച് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതിലേക്ക് ജമ്പ് ചെയ്യും. ഞാൻ അഥവാ അങ്ങനത്തെ ഒരു കേസ് ലേബൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡിഫോൾട്ടിലേക്ക് പോകും. അപ്പൊ ഇവിടെ അധികം ടൈം പോവില്ല. ഈഫ് എൽസ് ഇഫ് പോലല്ല. ഈഫ് എൽസ് ഇഫിൽ ഓരോന്നും സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് പോകും. ഇവിടെ അങ്ങനെയല്ല, ഡയറക്റ്റ് ജമ്പ് ചെയ്യും. സ്വിച്ച് ഓഫ് 25 കേസ് ലേബൽ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഡിഫോൾട്ടിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. അപ്പൊ ഡിഫോൾട്ടിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ പ്രിന്റ് ഓഫ് ട്രൈ അഗൈൻ. അതിന് താഴെ നമ്മൾ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ട്രൈ അഗൈൻ പ്രിന്റ് ചെയ്യും. അതിനുശേഷം കേസ് 10 യു എൻ്റേർഡ് 10 പ്രിന്റ് ചെയ്യും. അവിടുത്തെ ബ്രേക്ക് ഞാൻ കമന്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൊ വീണ്ടും ഫോൾ ത്രൂ കണ്ടീഷൻ വരും.
ഫോൾ ത്രൂ കണ്ടീഷൻ നമുക്ക് ഓൾറെഡി പറഞ്ഞില്ലേ. ഈ ഒരു കണ്ടീഷൻ ഫോൾ ത്രൂ കണ്ടീഷൻ ബ്രേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇഫ് ബ്രേക്ക് ഇസ് നോട്ട് യൂസ്ഡ് സ്വിച്ച് വിൽ റിസൾട്ട് ഇൻ ഫോൾ ത്രൂ കണ്ടീഷൻ. അപ്പൊ നമ്മുടെ ഇതിൽ എന്താ ഔട്ട്പുട്ട് കിട്ടി? ട്രൈ അഗൈൻ യു എൻ്റർ 10 യു എൻ്റർ 20 കിട്ടി. ഞാൻ ഇതിന് താഴെ ജസ്റ്റ് ബ്രേക്ക് കൊടുക്കുകയാണ്, BREAK ജസ്റ്റ് ബ്രേക്ക് കൊടുത്തു വിചാരിക്കുക. ഇനി ഈ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്തു, അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്തു. ഇനി ഞാൻ നേരത്തെ അതേപോലെ 25 കൊടുത്തു കഴിഞ്ഞാൽ ട്രൈ അഗൈൻ മാത്രമേ പ്രിന്റ് ചെയ്യൂ. കാരണം സ്വിച്ച് ഓഫ് 25ന്റെ അകത്ത് നേരെ ഡീഫോൾട്ടിന്റെ അകത്ത് ട്രൈ അഗൈൻ മാത്രമല്ലോ. അതിനുശേഷം ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫോൾ ത്രൂ കണ്ടീഷനിലേക്ക് പോവില്ല. അതാണ് ബ്രേക്ക് കൊടുത്താലുള്ള വ്യത്യാസം. ഇനി ഇതേ പ്രോഗ്രാമിൽ കേസ് 10ന്റെ അവിടെ 10.5 കൊടുത്തു വിചാരിക്കുക. 10.5 കൊടുത്തു. എന്നിട്ട് അതേ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്തു. അപ്പൊ നമുക്ക് എററാണ് കിട്ടുക. 10.5 പറഞ്ഞാൽ റിയൽ വാല്യൂ ആണ്. റിയൽ വാല്യൂ പറഞ്ഞാൽ കേസ് ലേബലിൽ പറ്റില്ല. നമ്മൾ പഠിച്ചതാണ് ആ റൂൾ. എന്താണ് പറഞ്ഞത്? റിയൽ കോൺസ്റ്റൻസ് ആർ നോട്ട് അലൗഡ്. 2.7, 7.5, 6.5 അങ്ങനെയുള്ള വാല്യൂസ് അലൗഡ് അല്ല. ഈ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യാണ്. GCC program.c പറഞ്ഞിട്ട് കമ്പൈൽ ചെയ്താൽ 13ാമത്തെ ലൈനിൽ എറർ കിട്ടുന്ന കാണാം. കണ്ടോ? 13th ലൈനിൽ എറർ. കേസ് ലേബൽ ഡസ് നോട്ട് റെഡ്യൂസ് ടു എൻ ഇന്റിജർ കോൺസ്റ്റന്റ്. 10.5 കൊണ്ടുള്ള വാല്യൂ കൊടുത്താൽ എറർ കിട്ടും. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം സേവ് ചെയ്തു. ഞാൻ കേസ് 10 ഇവിടെ കൊടുത്തു. അതിനുശേഷം വീണ്ടും കേസ് 10 വന്നിട്ട് ഇവിടെ വേറെ കൂടി കൊടുത്തു വിചാരിക്കാം, ഡ്യൂപ്ലിക്കേറ്റ് കേസ്. അപ്പോഴും നമുക്ക് എറർ കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് കമ്പയർ ചെയ്തു. അപ്പൊ നമുക്ക് വേറെ എറർ കിട്ടിയത്. എന്താ എറർ കിട്ടിയത്? പ്രീവിയസ്ലി യൂസ്ഡ് ഹിയർ. അതായത് 16ാമത്തെ ലൈനിൽ കേസ് 10 കണ്ടോ? അതാണ് നമുക്ക് എറർ കിട്ടിയത്. കാരണം 13ാമത്തെ ലൈനിൽ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേസ് 10. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ളത് പറ്റില്ല. ഞാൻ ഇവിടുത്തെ കേസ് 20 എന്ന് കൊടുത്തു. അപ്പൊ ആ എറർ പോവും. ഇനി എറർ ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് വീണ്ടും കമ്പയർ ചെയ്താൽ എറർ മാറി. ഇനി കേസ് 10ന് പകരം കേസ് 10, 30, 40 അങ്ങനെ കൊടുത്താലും എറർ കിട്ടും. അതായത് മൾട്ടിപ്പിൾ കേസസ് ആർ നോട്ട് അലൗഡ്. അതാണ് നമ്മൾ ഈ ലൈനിൽ പഠിച്ചിട്ടുള്ളത്. മൾട്ടിപ്പിൾ വാല്യൂസ് ആർ നോട്ട് അലൗഡ് ഇൻ കേസ് ലേബൽ. അതായത് കേസ് 20, 30, 40 അങ്ങനത്തെ പരിപാടി പറ്റില്ല. അപ്പൊ നമുക്ക് അതും ചെക്ക് ചെയ്ത് നോക്കിയോക്കാം. ഞാൻ ഇവിടെ അതേപോലെ കൊടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? എറർ കിട്ടി. അപ്പൊ ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ല. കേസ് 10, 30, 40 അങ്ങനെ ചെയ്താലും നമുക്ക് എറർ കിട്ടും. നമ്മൾ പറഞ്ഞു കേസ് 10 സ്പേസ് 3.30 അങ്ങനെ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുക? അങ്ങനത്തെ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കി നോക്കാം. അതായത് ഇപ്പൊ നമുക്കൊരു റേഞ്ച് ഓഫ് വാല്യൂ നമുക്ക് ഒരേ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഞാനിപ്പോ 10നും 20ക്കും ഇടയിലുള്ള കേസ് ലേബൽ വരികയാണ് വിചാരിക്കുക. കേസ് 10, കേസ് 11, കേസ് 12, കേസ് 30 അങ്ങനെയല്ല ഏത് കേസ് 10നും 20ക്കും ഇടയിലും വരികയാണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. കേസ് 10 സ്പേസ് 3 ഡോട്ട് സ്പേസ് 20. അപ്പോൾ 10 കേസ് ഇപ്പോൾ ഞാൻ 11 ആണ് ടൈപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ യു എൻറ്റേർഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് ലെസ് ദാൻ 20. അതേപോലെ 21നും 30ക്കും ഇടയിലുള്ള കേസ് ലേബലാണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? യു എൻറ്റേർഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 21 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. അടുത്തതിൽ 31നും 41നും വരെ, അതായത് ഇതിന്റെ ഇടയിലുള്ള ഏത് കേസ് ലേബലും വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. പക്ഷെ അതിന്റെ ഒക്കെ പ്രിന്റ് എന്താ സ്റ്റേറ്റ്മെന്റ് ആകെ നമുക്ക് ഇത് മാത്രമേ പ്രിന്റ് ചെയ്യണ്ടോ. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ശരിക്കും ഇതിന് പകരം നമുക്ക് കേസ് 31 പിന്നെ പ്രിന്റ് എഫ്, കേസ് 32 പ്രിന്റ് എഫ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് കുറെ ലൈൻ വരും. അപ്പൊ നമുക്ക് വളരെ കുറച്ച് ലൈനിൽ തന്നെ ആ കോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യാണ്. GCC program.c അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. ഞാൻ ആദ്യക്ക് വാല്യൂ 12 ടൈപ്പ് ചെയ്തു. 12 ടൈപ്പ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? യു എൻറ്റേർഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ഇവിടെ എന്താ നടക്കുന്നത്? നമ്മൾ വാല്യൂ ഇവിടെ റീഡ് ചെയ്തപ്പോൾ 12 എന്ന വാല്യൂ റീഡ് ചെയ്തു. ആ വാല്യൂ ഓപ്ഷനിൽ സേവ് ചെയ്തു. ഓപ്ഷനിൽ 12 എന്ന വാല്യൂ സേവ് ചെയ്തു. അതിനുശേഷം ഇവിടെ എന്തൊട്ടാ? സ്വിച്ച് ഓഫ് 12 ഒന്ന് ചെക്ക് ചെയ്യും. സ്വിച്ച് ഓഫ് 12 വെക്കുമ്പോൾ ഈ കേസ് 10നും 20നും ഇടയിലാണ് 12 എന്ന വാല്യൂ. അപ്പൊ യു എൻറ്റേർഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. ഞാൻ ഇതേ പ്രോഗ്രാം ജസ്റ്റ് GCC കമ്പയർ ചെയ്തതിനു ശേഷം 20 എന്താ റൺ ചെയ്യുമ്പോൾ 25 ടൈപ്പ് ചെയ്തു. 25 ടൈപ്പ് ചെയ്യുമ്പോൾ യു എൻറ്റേർഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 21 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഇതിന്റെ അകത്തേക്കാണ് പ്രിന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ 25 ആണ് ഞാനിപ്പോൾ കൊടുത്തത്. 25 കൊടുത്താൽ 25 സ്റ്റോർ ചെയ്യും. അപ്പൊ ആ സ്വിച്ചിന്റെ അകത്ത് എന്തൊട്ടാണ്? ഓപ്ഷൻ 25 ആണ്. സ്വിച്ചിന്റെ അകത്ത് 25 ആണെങ്കിൽ നേരെ 21നും 30ക്കും ഇടയിലാണ് കേസ് ലേബൽ കിടക്കുന്നത്. അപ്പോൾ ഇതിന്റെ അകത്തുള്ള ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനാണ് ഈ 3 ഡോട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിലില്ലാത്തൊരു വാല്യൂ കൊടുത്ത് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് റൺ ചെയ്യാണ്.
58 കൊടുത്തു കഴിഞ്ഞാൽ ട്രൈ അഗെയിൻ കിട്ടും. ഡീഫോൾട്ട് ആയിട്ടുള്ള ഏതാണോ നമ്മൾ പ്രിന്റ് എഫ് കൊടുത്തുള്ള ട്രൈ അഗെയിൻ അതിലുള്ള പ്രിന്റ് എഫ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഡീഫോൾട്ട് ഇല്ലെങ്കിലും എറർ ഇല്ല. ഡീഫോൾട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം, ആവശ്യമില്ലെങ്കിൽ കൊടുക്കണ്ട. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്താൽ വല്ല എറർ ഉണ്ടാവും? ഒരു എററും ഇല്ല. അപ്പോൾ ഡീഫോൾട്ട് കൊടുക്കാണ്ട് നമുക്ക് പ്രോഗ്രാം എഴുതാം. ഡീഫോൾട്ട് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ ഞാൻ ജസ്റ്റ് റൺ ചെയ്തു. അതിനുശേഷം 35 കൊടുത്തു. 35 കൊടുത്തപ്പോൾ യു എന്റേർഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 31. അതായത് ഈ ഒരു പ്രിന്റ് എഫ് ആണ് പ്രിന്റ് ചെയ്തത്. നമുക്ക് 3 ഡോട്ട് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഈ സ്പേസ് ഡിലീറ്റ് ആക്കി വിചാരിക്കുക. സ്പേസ് കൊടുക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എറർ ആണ് കിട്ടുക. കണ്ട അവിടെ ഒരു റെഡ് ലൈൻ വന്നു തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് ഈ പ്രോഗ്രാം സേവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടണം കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എന്തായാലും സ്പേസ് കൊടുക്കണം നിർബന്ധമാണ്. പക്ഷെ ഇവിടെ സ്പേസ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോ ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പേസ് കൊടുത്തിട്ടില്ലായിരിക്കാം 10 അതിനുശേഷം 3 ഡോട്ട് പിന്നെ സ്പേസ് കൊടുത്തിട്ടില്ലായിരിക്കാം. ആ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ 15 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ യു എന്റേർഡ് വാല്യൂ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇവിടെ സ്പേസിന്റെ ആവശ്യമില്ല. ഇവിടെ സ്പേസ് നിർബന്ധമായിട്ടും വേണം. അപ്പൊ 20 ആദ്യക്ക് കേസ് കൊടുക്കുക. അതിനുശേഷം 21 അതിനുശേഷം സ്പേസ്. ഇവിടുത്തെ സ്പേസ് ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. കേട്ടാ ഇങ്ങനെ കൊടുത്താലും ഒരു എററും ഇല്ല. ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്തു. ജസ്റ്റ് റൺ ചെയ്തു. ഞാൻ 35 ടൈപ്പ് ചെയ്തു. വേണ്ട യു എന്റേർഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 31 ഈ ഒരു പ്രിന്റ് വാല്യൂ ആണ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം ബ്രേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബ്രേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഫോൾ ത്രൂ കണ്ടീഷൻ വരും. പിന്നെ റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കുക, വാല്യൂ കൊടുക്കുക. വാല്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് കൊടുക്കുക. പിന്നെ ലാസ്റ്റിൽ സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. വാല്യൂ കഴിഞ്ഞതിന് ശേഷം സ്പേസ് 3 ഡോട്ട് പിന്നെ അടുത്ത വാല്യൂ വരെ ഉള്ള റേഞ്ച്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. ഈ പ്രോഗ്രാം റൺ ചെയ്ത് എന്താ കിട്ടാൻ നോക്കി നോക്കാം. ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കേസസ് ആർ നോട്ട് അലൗഡ്, കമ്പൈലേഷൻ എറർ. അതായത് ഇവിടെ കേസ് 10 പറഞ്ഞിട്ട് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, വീണ്ടും കേസ് 10 പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കമ്പൈൽ ചെയ്താൽ നമുക്ക് കമ്പൈലേഷൻ എറർ കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കേസ് ലെവൽ പറ്റില്ല. അതാണ് ഇതിന്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട്. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ നോക്കി നോക്കാം. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഇവിടെ കേസ് ലെവല് 20.0 കൊടുത്തിട്ടുണ്ട്. കേസ് ലെവല് ഒരിക്കലും ഫ്ലോട്ട് വാല്യൂ വരില്ല. ഓൺലി ഇന്റർവൽ വാല്യൂസ് ആർ അലൗഡ്. പിന്നെ ഈനം അലൗഡ് ആണ്. അപ്പൊ നമുക്കിവിടെ കേസ് 20.0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിൽ എറർ കിട്ടും. ജസ്റ്റ് GCC program dot c കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. കേസ് ലേബൽ നോട്ട് റെഡ്യൂസ് ടു ഇന്റിജർ കോൺസ്റ്റന്റ്. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ നോക്കി നോക്കാം. ഈ പ്രോഗ്രാമിൽ എന്താ ഇന്റ് ഓപ്ഷൻ ഫണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇന്റ് എക്സ് ഇസ് ഈക്വൽ ടു 10 ഫണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്റർ ദി വാല്യൂ. നമ്മളൊരു വാല്യൂ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ആ വാല്യൂ ടൈപ്പ് ചെയ്യുന്നത് ഓപ്ഷൻ എന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്തു. ആ വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സ്വിച്ച് ഓഫ് ഓപ്ഷൻ. അതിനുശേഷം കേസിന്റെ അകത്ത് എന്താ കൊടുത്തിട്ടുള്ളത്? കേസിന്റെ അകത്ത് എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ നെയിം ആണ്. വേരിയബിൾ നെയിം നമുക്ക് അലൗഡ് അല്ല. അപ്പൊ ഈ പ്രോഗ്രാം ജസ്റ്റ് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. കേസ് ലേബിൾ 10, 12.5 അല്ലെങ്കിൽ ക്യാരക്ടർ എ സെറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഈ ഓപ്ഷൻ എന്ന വേരിയബിൾ ഇന്റിജർ വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കേസിന്റെ ഇവിടെ എക്സ് എന്ന വേരിയബിൾ കൊടുത്ത എറർ ആണ് കിട്ടുക. ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്തു. GCC program dot c കമ്പൈൽ ചെയ്ത് കേസ് ലേബിൾ ഡസ് നോട്ട് റെഡ്യൂസ് ടു an integer constant. അവിടെ എക്സ് എന്ന് കൊടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ 10 കൊടുക്കുക, അല്ലെങ്കിൽ 20, 30 അങ്ങനെയുള്ള വാല്യൂസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് എക്സ് തന്നെ നമുക്ക് ക്യാരക്ടർ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുത്ത എറർ ഇല്ല. ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യായിരിക്കും. GCC program dot c കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് വാല്യൂ ടൈപ്പ് ചെയ്യാൻ പറയും. ഞാൻ ജസ്റ്റ് സ്മോൾ ലെറ്റർ എക്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സ്മോൾ ലെറ്റർ എക്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു വ്യത്യാസമില്ല. ഞാൻ ജസ്റ്റ് വീണ്ടും GCC പ്രോഗ്രാം ജസ്റ്റ് കമ്പൈൽ ചെയ്തു. അതിനുശേഷം ഞാൻ 20 അല്ല ജസ്റ്റ് റൺ ചെയ്തതിനു ശേഷം 20 ടൈപ്പ് ചെയ്തു. എന്റർ ദി വാല്യൂ 20 ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ യു എന്റേർഡ് 20 ആ വാല്യൂ കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തു. ഇനി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ യു എന്റേർഡ് 10 പ്രിന്റ് ചെയ്യും. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ഡോട്ട് അടിച്ചു എന്റർ ദി വാല്യൂ. സ്മോൾ ലെറ്റർ എക്സിന് കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ പറഞ്ഞാൽ 120 ആണ്. അപ്പൊ ഞാൻ 120 ടൈപ്പ് ചെയ്തു. ഇനി എന്റർ അടിച്ചു കൊടുത്താൽ യു എന്റേർഡ് 10 പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ് നമുക്ക് കിട്ടി. അതായത് എക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ഓഫ് എക്സ് പറഞ്ഞാൽ 120 ആണ്. അപ്പൊ ആ 120 ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഈ കേസ് ലെവലായിട്ട് മാച്ച് ആയി. ഈ ഓപ്ഷനുള്ള വാല്യൂ കേസ് ലെവലായിട്ട് മാച്ച് ചെയ്തു. അതുകൊണ്ടാണ് യു എന്റേർഡ് 10 വാല്യൂ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പൊ ഒന്നെങ്കിൽ ക്യാരക്ടർ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്റിജർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള 1, 2, 3 അങ്ങനെയുള്ള വാല്യൂ കൊടുക്കുക. കേസ് എക്സ് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എറർ കിട്ടും. അതൊരു വേരിയബിൾ നെയിം ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. അതാണ് ഈ പ്രോഗ്രാം നമുക്ക് മനസ്സിലാക്കുക. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ നോക്കാം. ഈ പ്രോഗ്രാമിൽ ഇന്റ് ഓപ്ഷൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്റർ ദി വാല്യൂ പ്രിന്റ് അപ്പ്. അതിനുശേഷം വാല്യൂ നമുക്ക് യൂസറിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ എഫ്.
നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഇപ്പോൾ 10 ആണ് വിചാരിക്കുക. ഞാനിവിടെ ഇപ്പോൾ 10 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ 10 എന്ന വാല്യൂ ഓപ്ഷനിലേക്ക് സ്റ്റോർ ചെയ്യും. 10 എന്ന വാല്യൂ ഓപ്ഷനിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഓപ്ഷനിലെ വാല്യൂ എന്തിട്ടാ 10 ആണ്. അപ്പോൾ ഇവിടെ എന്തൊട്ട് ചെക്ക് ചെയ്യുക, സ്വിച്ച് ഓഫ് 10 എന്ന് ചെക്ക് ചെയ്യും. സ്വിച്ച് ഓഫ് 10 ചെക്ക് ചെയ്യും. ആ 10 മാച്ച് ഉണ്ടെങ്കിൽ ഈ കേസിന്റെ 10ത്തെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഐ ആം ഇൻ 10 ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന വേരിയബിൾ നമ്മൾ ഇവിടെ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, സ്വിച്ചിന്റെ അകത്തും കേസിന്റെ ഔട്ട് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ അസൈൻ ചെയ്യുന്ന 100 എന്ന വാല്യൂ എക്സിലേക്ക് അസൈൻ ആവില്ല. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദിസ് ലൈൻ നെവർ എക്സിക്യൂട്ടഡ് മീൻസ് നോട്ട് ഇനിഷ്യലൈസിങ്. ഇതാണ് നമുക്ക് എറർ മെസ്സേജ് കിട്ടുക. എറർ മെസ്സേജ് അല്ല, ഒരു വാർണിംഗ് മെസ്സേജ് ആയിട്ട് കിട്ടും ഈ കോഡ് കമ്പൈൽ ചെയ്യുമ്പോൾ. അതായത് ഇൻസൈഡ് സ്വിച്ച് ഔട്ട്സൈഡ് കേസ്, അതായത് കേസിന്റെ ഔട്ട്സൈഡിൽ കേസിന്റെ ഔട്ട്സൈഡിൽ നമ്മളൊരു വേരിയബിൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ അത് നെവർ എക്സിക്യൂട്ട് ആവില്ല. ഇങ്ങനെ ഒരു കോഡിൽ ഇൻഡ് എക്സ് ഈക്വൽ ടു 100 കൊടുത്തു കഴിഞ്ഞാൽ എറർ ഒന്നുമില്ല, പക്ഷെ ജസ്റ്റ് ഒരു വാർണിംഗ് മെസ്സേജ് കിട്ടും. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് GCC program.c അടിച്ചു കൊടുത്താൽ വാർണിംഗ് കിട്ടും. വാർണിംഗ് പറഞ്ഞാൽ എന്തുട്ടാ, സ്റ്റേറ്റ്മെന്റ് വിൽ നെവർ ബി എക്സിക്യൂട്ടഡ് ദിസ് ലൈൻ നെവർ എക്സിക്യൂട്ടഡ് മീൻസ് നോട്ട് ഇനിഷ്യലൈസിങ്. അങ്ങനത്തെ ഒരു വാർണിംഗ് മെസ്സേജ് കിട്ടും. നമുക്ക് റൺ ചെയ്യാം, റൺ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ദി വാല്യൂ കൊണ്ടുള്ള മെസ്സേജ് വരും. ഞാൻ 10 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഇൻ 10 വരും. ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു എക്സിന്റെ അവിടെ നമ്മളൊരു വേരിയബിൾ ഇൻഡെക്സ് കൊണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗാർബേജ് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടായിരിക്കും. ആ വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. ഞാൻ ഇതേ വീണ്ടും അതേ പ്രോഗ്രാം റൺ ചെയ്തു, 20 ടൈപ്പ് ചെയ്തിരിക്കുക. 20 ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഐ ആം ഇൻ 20 ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു വീണ്ടും ഗാർബേജ് വാല്യൂ. 20 ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വ്യത്യാസം, ഇവിടെ 20 ആവും. അതായത് നമ്മൾ ഇവിടെ റീഡ് ചെയ്യുന്ന വാല്യൂ 20, ആ 20 ഇവിടേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ സ്വിച്ചിന്റെ അകത്ത് 20 എന്നുള്ളത് ചെക്ക് ചെയ്യും. 20 എന്നുള്ളത് ഈ കേസ് ലേബിളായിട്ടാണ് മാച്ച്. അപ്പോൾ ഐ ആം ഇൻ 20 പിന്നെ ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു ഗാർബേജ് വാല്യൂ. ഇനി ഞാൻ അടുത്തത് ഈ 10 20 അല്ലാത്ത വാല്യൂ ഞാൻ ജസ്റ്റ് റൺ ചെയ്യണം. അതായത് ജസ്റ്റ് 35 എന്ന് കൊടുത്തു. 35 എന്ന് കൊടുത്തപ്പോൾ എന്താ ഔട്ട്പുട്ട് ചെയ്തത്, ഐ ആം ഇൻ ഡീഫോൾട്ട് ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 200. 35 കൊടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരുന്നത്, 35 ആദ്യം ഇവിടെ നിന്ന് മാറട്ടോ. അതായത് നമ്മൾ ഇവിടെ 35 എന്ന വാല്യൂ റീഡ് ചെയ്യുമ്പോൾ ആ വാല്യൂ ഓപ്ഷനിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ സ്വിച്ചിന്റെ അകത്ത് 35 എന്നത് സ്വിച്ച് ഓഫ് 35 ചെക്ക് ചെയ്യും. സ്വിച്ച് ഓഫ് 35 വന്നിട്ട് ഇവിടെ കേസ് ലേബൽ ഇല്ല, കേസ് 10 ഇല്ല, കേസ് 20 ഇല്ല. അപ്പൊ ഡീഫോൾട്ട് ആയിട്ടുള്ള ഈ കേസ് ലേബിലേക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 200 വന്നിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ അസൈൻമെന്റ് കേസിന്റെ അകത്താണ്. കേസിന്റെ അകത്ത് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അസൈൻ ആവും. കേസിന്റെ ഔട്ട്സൈഡ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്സൈഡ് കേസ് കൊടുക്കുക, ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഔട്ട്സൈഡ് കേസ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിലാണ് ആവാണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് 200 ആയി. ഇപ്പൊ എക്സിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയി 200 ആയി. ഇപ്പൊ ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുക, ഐ ആം ഇൻ ഡീഫോൾട്ട് ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 200. ഞാനിപ്പോ അതിനുശേഷം ട്രൈ ആക്കി കിട്ടി. ഞാൻ എക്സിന്റെ വാല്യൂ മാറ്റി, എക്സിന്റെ വാല്യൂ 400 ആയി ആക്കി. ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. ഞാൻ ഇതേ പ്രോഗ്രാം ജസ്റ്റ് കമ്പൈൽ ചെയ്തു, വാണിംഗ് നോക്കണ്ട, ജസ്റ്റ് റൺ ചെയ്തു. അതിനുശേഷം ഞാൻ 35 വീണ്ടും ടൈപ്പ് ചെയ്തിരിക്കും. അപ്പൊ എന്താ കിട്ടി, എൻ്റർ ദി വാല്യൂ. ഞാൻ 35 ടൈപ്പ് ചെയ്തു. ഐ ആം ഇൻ ഡീഫോൾട്ട് ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 400 എന്ന വാല്യൂ കിട്ടി. അതിനുശേഷം ട്രൈ അഗൈൻ എന്ന് കിട്ടി. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട്. നമ്മളപ്പോ സ്വിച്ചിന്റെ അകത്ത് കേസിന്റെ ഔട്ട് സൈഡിൽ ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് നോക്കിയാൽ ആ വേരിയബിളിന് വാല്യൂ അസൈൻ ആവില്ല. ഇനി ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ആണ് നോക്കാം. ഈ പ്രോഗ്രാമിന് ഇൻഡ് ഓപ്ഷൻ കൊണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റർ ദി വാല്യൂ. അപ്പോൾ യൂസർ ഒരു വാല്യൂ ടൈപ്പ് ചെയ്യും. ആ വാല്യൂ നമ്മൾ ഓപ്ഷൻ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനാണ് സ്കാൻഎഫ് കൊണ്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 100 ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സ്വിച്ച് ഓഫ് ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ അകത്ത് കേസ് ലേബൽസ് ഉണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പ്രിന്റ് എഫ് സ്വിച്ചിനകത്ത് കേസിന്റെ ഔട്ട് സൈഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2 ലൈന് എക്സിക്യൂട്ട് ആവില്ല. ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാണിംഗ് കിട്ടുന്നത് കാണാൻ പറ്റും. GCC program.c കൊടുത്തു കഴിഞ്ഞാൽ വാണിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വിൽ നെവർ ബി എക്സിക്യൂട്ടഡ്. പ്രിന്റ് ഓഫ് കേരള ഈ ലൈൻ എക്സിക്യൂട്ട് ആവില്ല. അതേപോലെ പ്രിന്റ് ഓഫ് കേരളയും എക്സിക്യൂട്ട് ആവില്ല. നമുക്ക് റൺ ചെയ്യണമെങ്കിൽ റൺ ചെയ്യാം. റൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൺ ചെയ്തു. ഞാൻ കേസ് എൻ്റർ ദി വാല്യൂ 10 ടൈപ്പ് ചെയ്തിരിക്കുക. 10 ടൈപ്പ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, ഐ ആം ഇൻ ഹിയർ 10 ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 100. ഇവിടെ എക്സിന്റെ വാല്യൂ നമ്മൾ 100 ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേസ് 10 വരുമ്പോൾ സ്വിച്ച് ഓഫ് 10 വരും. സ്വിച്ച് ഓഫ് 10 വരുമ്പോൾ കേസ് 10 ആയിട്ട് മാച്ച് വരും. അപ്പോൾ ഐ ആം ഇൻ 10 ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 100. അപ്പോൾ അതന്നെ കിട്ടി. ഞാൻ ഇതേ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യാണ്. ഞാൻ 20 ടൈപ്പ് ചെയ്തിരിക്കും. 20 ടൈപ്പ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, ഐ ആം ഇൻ 20 ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 100. അതായത് എക്സിന്റെ വാല്യൂ 100 തന്നെയാണ്. ഇനി ഡീഫോൾട്ടിന്റെ അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 200 കൊണ്ട് നമുക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ നമ്മൾ മോഡിഫൈ ചെയ്യും. ഈ എക്സിന്റെ 100 എന്നുള്ള വാല്യൂ ഇവിടെ മോഡിഫൈ ചെയ്യും. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് എന്താ കിട്ടുക,
നമ്മൾ ഇത് 10 ഉം 20 ഇല്ലാത്ത വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഐ ആം ഇൻ ഡീഫോൾട്ട് ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 200 എന്നാണ് പ്രിന്റ് ചെയ്യുക. ഞാൻ ഈ ജസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യണം. റൺ ചെയ്തു. അതിനുശേഷം 10 ഉം 20 ഇല്ലാത്തൊരു വാല്യൂ കൊടുത്തു, 35 കൊടുത്തു. 35 കൊടുത്തപ്പോൾ 30 ഐ ആം ഇൻ ഡീഫോൾട്ട് ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 200. ഇവിടെ നമ്മൾ പുതിയത് അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ആണ് കിട്ടിയത്. അതിനുശേഷം ട്രൈ ആക്കി ഞാൻ ഈ 200ന്റെ പകരം ഞാൻ 300 കൊടുത്തിരിക്കുക. അതിനുശേഷം ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. വീണ്ടും സേവ് ചെയ്താൽ വീണ്ടും കമ്പൈൽ ചെയ്യുക. അപ്പോൾ വാണിംഗ് കിട്ടും. വാണിംഗ് നോക്കണ്ട, ജസ്റ്റ് റൺ ചെയ്യുക. റൺ ചെയ്ത് കഴിഞ്ഞാൽ 35 കൊടുത്തു കഴിഞ്ഞാൽ ഐ ആം ഇൻ ഡീഫോൾട്ട് ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 300 കൊണ്ടുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട്. അതേപോലെ ഇവിടെ ഈ രണ്ട് പ്രിന്റ് എഫ് നമ്മുടെ എക്സിക്യൂട്ട് ആവണില്ല. ഈ രണ്ട് പ്രിന്റ് എഫ് എക്സിക്യൂട്ട് ആവാത്ത കാരണം സ്വിച്ചിന്റെ അകത്ത് കേസിന്റെ ഔട്ട്സൈഡ് ആയതുകൊണ്ടാണ് ഇത് എക്സിക്യൂട്ട് ആവാത്തത്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാമിൽ ക്യാരക്ടർ ഓപ്ഷൻ ഇട്ടിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റർ ദി വാല്യൂ. ഇപ്പൊ നമ്മളൊരു വാല്യൂ ഞാൻ ഇവിടെ യൂസർ ഒരു വാല്യൂ ടൈപ്പ് ചെയ്യണം, ഒരു ക്യാരക്ടർ വാല്യൂ. ആ ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻഎഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ഇവിടെ ഫോർമാറ്റ് സ്പെസിഫയർ %c യൂസ് ചെയ്യാൻ കാരണം ക്യാരക്ടർ കൊണ്ടുള്ള ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ആ വാല്യൂ ഞാൻ ഇവിടെ റീഡ് ചെയ്തു. അതിനുശേഷം ആ വാല്യൂ സ്വിച്ചിന്റെ അകത്ത് ചെക്ക് ചെയ്തു. അപ്പോൾ ഞാനിവിടെ സെഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുക സ്വിച്ച് ഓഫ് സെഡ് ആണെന്ന് ചെക്ക് ചെയ്യും. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യാം. ജസ്റ്റ് കമ്പൈൽ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. ഞാൻ ക്യാപിറ്റൽ എ ആണ് ആദ്യം ടൈപ്പ് ചെയ്തിരിക്കുക. ക്യാപിറ്റൽ എ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട പ്രിന്റ് ഓഫ് യു എൻറ്റേർഡ് ക്യാപിറ്റൽ എ. അതിനുശേഷം വീണ്ടും റൺ ചെയ്തു. ക്യാപിറ്റൽ എക്ക് പകരം ക്യാപിറ്റൽ സെഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു എൻറ്റേർഡ് സെഡ്. അതിനുശേഷം വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞു. എറ്റ് സിമ്പിൾ ടൈപ്പ് കൊടുത്താൽ യു എൻറ്റേർഡ് എറ്റ് സിമ്പിൾ കിട്ടും. വീണ്ടും റൺ ചെയ്തു. ഇതല്ലാത്ത ഒരു സിമ്പിൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ട്രൈ അഗൈൻ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കേസിന്റെ അകത്ത് നമുക്ക് ക്യാരക്ടേഴ്സ് കൊടുക്കാൻ പറ്റും. ക്യാരക്ടേഴ്സ് സെഡ് ക്യാരക്ടേഴ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും സിംഗിൾ കോട്ടിൽ കൊടുക്കണം. നമ്മൾ ക്യാരക്ടേഴ്സ് എവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോഴും സിംഗിൾ കോട്ടിലാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ ഞാനൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ ആദ്യക്ക് ക്യാരക്ടർ ഓപ്ഷൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റർ ദി വാല്യൂ. അതിനുശേഷം യൂസറിൽ നിന്ന് ഒരു ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻഎഫ് %c ഓപ്ഷൻ. ഇവിടെ %c യൂസ് ചെയ്യാൻ കാരണം ക്യാരക്ടർ വേരിയബിൾ ആയതുകൊണ്ട് അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ ആണ് %c. അപ്പോൾ നമ്മളൊരു വാല്യൂ ടൈപ്പ് ചെയ്യണം ഇരിക്കുക. ഈ പ്രോഗ്രാമിൽ കേസ് എ, കേസ് 0 1 0 1 ആദ്യക്ക് 0 1 നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഒക്ടൽ വാല്യൂവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ കേസ് 0x പറഞ്ഞാൽ അത് ഹെക്സാഡെസിമലിന്റെ പ്രിഫിക്സ് ആണ് 0x. ജസ്റ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഒക്ടൽ വാല്യൂവിന്റെ പ്രിഫിക്സ് ആണ്. അപ്പൊ ഈ വാല്യൂന് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതേപോലെ ഈ വാല്യൂന് കൺവേർട്ട് ചെയ്യണം. കാരണം ഇതിൽ വല്ല ക്യാരക്ടർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഈ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ എറർ കിട്ടും. കാരണം ഇവിടെ 0 1 0 1 എന്ന് പറഞ്ഞാൽ ഈ ആഡ് തന്നെ ഒക്ടൽ വാല്യൂ ആണ് 0 1 0 1 എന്ന് പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ഇത് റൺ ചെയ്യണം. GCC program .c വന്നിട്ട് റൺ ചെയ്ത് program .c വന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ്ലി യൂസ്ഡ് എ, അതായത് എ വന്നിട്ട് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. എയുടെ ഒക്ടൽ വാല്യൂ ആണ് 0 1 0 1. എയുടെ ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ എ പറഞ്ഞ ആസ്കി വാല്യൂ എത്ര വരിക? ആസ്കി വാല്യൂ എ പറഞ്ഞാൽ 65 ആണ് വരിക. എയുടെ ഒക്ടൽ വാല്യൂ ആണ് 0 1 0 1 എന്നുള്ളത്. ഇവിടെ പ്രീവിയസ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇവിടെ കേസ് 0 1 0 1. അതുകൊണ്ടാണ് എറർ കിട്ടിയത്. ഇനി ഈ ഒരു ജസ്റ്റ് 3 ലൈൻ ഡിലീറ്റ് ചെയ്തിരിക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം വീണ്ടും സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് വീണ്ടും കമ്പൈൽ ചെയ്ത് ഇരിക്കുക. അപ്പൊ നമുക്ക് എറർ ഇല്ല. ഇനി ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ദി വാല്യൂ ഞാൻ ക്യാപിറ്റൽ എ ടൈപ്പ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? യു എൻ്റേർഡ് എ. അപ്പോൾ കേസ് 0 1 0 എന്ന് പറഞ്ഞാൽ എക്ക് പകരമുള്ള വാല്യൂ ആണ്. ഇനി വീണ്ടും റൺ ചെയ്തിട്ട് 0x 01 0x 01 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പറഞ്ഞാൽ സ്മോൾ എ ആണ്. സ്മോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 0x 01. ജസ്റ്റ് സ്മോൾ ലെറ്റർ എ ടൈപ്പ് ചെയ്തു. അപ്പൊ കണ്ട യു എൻ്റേർഡ് സ്മോൾ സ്മോൾ ലെറ്റർ എ. കണ്ട യു എൻ്റേർഡ് സ്മോൾ ലെറ്റർ എ എന്ന് കിട്ടി. ഞാൻ വീണ്ടും റൺ ചെയ്തപ്പോൾ എൻ്റർ ദി വാല്യൂ കൊണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സിമ്പിൾ കൊടുത്താൽ യു എൻ്റേർഡ് അറ്റ് എന്ന് കിട്ടും. കണ്ട യു എൻ്റേർഡ് അറ്റ്. ഇതൊന്നല്ലാത്ത വീണ്ടും റൺ ചെയ്തിട്ട് ഇതൊന്നല്ലാത്തൊരു എഫ് കൊടുത്തു കഴിഞ്ഞാൽ ട്രൈ അഗൈൻ എന്ന് കിട്ടും. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട്. ഞാൻ ഇതേ പ്രോഗ്രാമിൽ ഈ കേസിന്റെ എയുടെ ആസ്കി വാല്യൂ കൂടെ ടൈപ്പ് ചെയ്തിരിക്കുക 65. അതേപോലെ സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ പറഞ്ഞാൽ 97 ടൈപ്പ് ചെയ്തു. അപ്പോഴും ഈ പ്രോഗ്രാമിൽ എറർ കിട്ടില്ല. അതായത് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്തതിനു ശേഷം ജസ്റ്റ് റൺ ചെയ്തു. ഇനി ഞാൻ എൻ്റർ ദി വാല്യൂ അവിടെ ക്യാപിറ്റൽ എ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു കോഡ് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ജസ്റ്റ് ക്യാപിറ്റൽ എ ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ അടിച്ചു. എൻ്റർ ഇവിടെ അല്ല അടിക്കുന്നത്, ഇവിടെയാണ് അടിക്കുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. യു എൻ്റേർഡ് ആയിരുന്നു കിട്ടി. ഞാൻ വീണ്ടും റൺ ചെയ്തു. അതിനുശേഷം സ്മോൾ ലെറ്റർ എ അടിച്ചു. സ്മോൾ ലെറ്റർ അടിച്ചു കൊടുത്താൽ യു എൻ്റേർഡ് ആയിരുന്നു കിട്ടി. അതായത് സ്മോൾ ലെറ്ററുടെ എയുടെ ആസ്കി വാല്യൂ ആണ് 97.
ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ ആണ് 65. അപ്പൊ നമുക്ക് അങ്ങനെയും പ്രൊവൈഡ് കൊടുക്കാവുന്നതാണ് വാല്യൂസ്. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ നോക്കി നോക്കാം. ഇവിടെ ഇൻറ്റ് മെയിൻ, അതിനുശേഷം ക്യാരക്ടർ ഓപ്ഷൻ കൊണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എൻ്റർ ദി വാല്യൂ. സ്കാൻഎഫിൽ %c ഓപ്ഷൻ, അതായത് ഓപ്ഷൻ എന്ന വേരിയബിൾ നമ്മൾ യൂസറിൽ നിന്നാണ് റീഡ് ചെയ്യുന്നത്. ഫോർമാറ്റ് സ്പെസിഫയർ %c ആവാൻ കാരണം നമ്മൾ ഓപ്ഷൻ പറഞ്ഞ വേരിയബിൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആണ്. അതിനുശേഷം സ്വിച്ച് ഓഫ് ഓപ്ഷൻ. ഇവിടെ നമ്മൾ എ എന്ന വേരിയബിൾ തന്നെ ഡിഫറെന്റ് രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എ എന്നുള്ള വേരിയബിൾ നമ്മൾ ഒക്ടൽ വാല്യൂലാണ് കൊടുത്തിട്ടുള്ളത്, 0101. അപ്പൊ ഇതിന്റെ മീനിങ് എന്തുട്ടാ, കേസ് എ എന്നതാണ് ഇതിന്റെ മീനിങ്. അതായത് കേസ് എ, ഇതാണ് ഇതിന്റെ മീനിങ്. അതേപോലെ 0x41 എന്ന് പറഞ്ഞാലും അതും എ തന്നെയാണ്. എയുടെ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 0x41. K65 എന്ന് പറഞ്ഞാൽ അതിന്റെ ആസ്കി വാല്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ടുപോലെ ആസ്കി വാല്യൂ ഓഫ് എ ആണ് ഇത്. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കേസ് ആണ്. ഇനി 0B01 ഇത് പറഞ്ഞാൽ ബൈനറി ഫോർമാറ്റ് ആണ്. UNTed എ പറഞ്ഞ ബൈനറി ഫോർമാറ്റ്. ഇതിൽ ഞാൻ ജസ്റ്റ് റൺ ചെയ്യുകയാണെങ്കിൽ കമ്പൈലർ കിട്ടും. GCC program.c കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പൈലർ എറർ കിട്ടും. കേട്ടാ, ഒക്കെ കമ്പൈലർ എറർ കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് കേസ് വാല്യൂ, ഡ്യൂപ്ലിക്കേറ്റ് കേസ് വാല്യൂ, ഡ്യൂപ്ലിക്കേറ്റ് കേസ് വാല്യൂ. അതാണ് ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം മാറ്റിയിട്ട് ഇവിടെ ഞാൻ കേസ് 65 പകരം 90 കൊടുത്തു വരിക. 90 പറഞ്ഞാൽ ക്യാപിറ്റൽ സെറ്റിനുള്ളതാണ്. ഞാൻ ഇവിടെ 89 കൊടുത്തു. 89 പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വൈ ആണ്. ക്യാപിറ്റൽ വൈ കൊടുത്തു, ഇവിടെ ക്യാപിറ്റൽ സെഡ് കൊടുത്തു. ഇനി എവിടെയും ഉണ്ടോ, ഇനി 65 ഉണ്ട്. ക്യാപിറ്റൽ എ 65 പകരം 66 കൊടുത്തു, അപ്പൊ ക്യാപിറ്റൽ ബി ആവും. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കി നോക്കാം. ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്തു. ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യാം. ഞാൻ GCC program.c ജസ്റ്റ് കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു എററും ഇല്ല. ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് എ ടൈപ്പ് ചെയ്തിരിക്കുക. ക്യാപിറ്റൽ എ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ UNTed എ എന്ന് കിട്ടി. എന്തുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ എ ഉള്ളത്? ഏതിനാ? ഈ കേസ് ഇവിടെ ഉള്ള വാല്യൂ 20ക്കുള്ളതാണ്. ഈ കേസ് 90 എന്ന് പറഞ്ഞാൽ സെറ്റിനുള്ളതാണ്. ഇത് പറഞ്ഞാൽ ക്യാപിറ്റൽ വൈ എന്നുള്ള വാല്യൂ ആണ്. കേസ് 66 പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ബി എന്നുള്ള വാല്യൂ ആണ്. പിന്നുള്ളത് കേസ്, ഈ ഒരു വാല്യൂ പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ എക്കുള്ളതാണ്. ക്യാപിറ്റൽ എ ബൈനറി ഫോർമാറ്റിൽ എഴുതുന്നതാണ് 0B. 0B എന്ന് പറഞ്ഞാൽ ബൈനറി ഫോർമാറ്റിന്റെ പ്രിഫിക്സ് ആണ്. അപ്പൊ നമുക്ക് എ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എ ഇല്ലാത്തൊരു വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുക. ഈ കോഡിൽ ജസ്റ്റ് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ബി ടൈപ്പ് ചെയ്തിരിക്കുക. ബി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ UNTed ബി എന്ന് കിട്ടി. കാരണം ബിയുടെ ആസ്കി വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 66. ബിക്ക് പകരം ഞാൻ വീണ്ടും റൺ ചെയ്ത് വൈ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ UNTed വൈ. കാരണം വൈയുടെ ആസ്കി വാല്യൂ ആയിട്ടുള്ള 89 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സെറ്റ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തു നോക്കാം. ജസ്റ്റ് ക്യാപിറ്റൽ സെറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ UNTed സെറ്റ് കിട്ടി. ഇതൊന്നും അല്ലാത്തൊരു വാല്യൂ ടൈപ്പ് ചെയ്തിരിക്കുക. യു ടൈപ്പ് ചെയ്ത് കൊടുത്തു, ട്രൈ അഗൈൻ കിട്ടും. ഇതാണ് നമ്മൾ സ്വിച്ചിലുള്ള ഡിഫറെന്റ് പ്രോബ്ലംസ്.